2 വർഷം മുൻപൊരു ഫെബ്രുവരിയിലാണ് പ്രേമലു വരുന്നതും സെൻസേഷണൽ ആകുന്നതും. എല്ലാം പുത്തൻ താരങ്ങൾ. സംവിധായകന്റെ മൂന്നാമത്തെ മാത്രം സിനിമ. റോംകോം യോണറിലെത്തി സൗത്ത് ഇന്ത്യ മൊത്തം ട്രെൻഡ് സെറ്റ് ചെയ്ത പ്രേമലു അത്ര സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങളില്ലാതെ തന്നെ സ്വന്തമാക്കിയത് 130 കോടിക്ക് മുകളിലാണ്. ഗംഭീര ലോങ് റൺ ലഭിച്ച സിനിമ കോടി ക്ലബ്ബ് നേടാൻ സൂപ്പർ സ്റ്റാറുകൾ വേണ്ടെന്ന് തെളിയിച്ചു. കട്ട് ടു 2026. മലയാളത്തിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ കളക്ഷനുള്ള സിനിമകൾ 15 എണ്ണമാണ്. അതിലെ അവസാനത്തെ എൻട്രി ആകട്ടെ ഒരുപക്ഷെ പ്രേമലുവിന്റെ അത്ര പോലും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത കാസ്റ്റ് അണിനിരുന്ന പടം വാഴ 2, ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. ആദ്യമായി നായകരാകുന്ന 4 പേർ. ആദ്യ ഭാഗത്തിൽ നേരിട്ട വിമർശനങ്ങളെല്ലാം തിരുത്തിയുള്ള പ്രകടനം. 7-ാം ദിവസം 100 കോടി അടിച്ച സിനിമ റെക്കോർഡുകൾ പലതും സ്വന്തം പേരിലാക്കിയാണ് കുതിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഭരിച്ചവർ ബോക്സ് ഓഫീസ് റൂൾ ചെയ്യുന്ന കാഴ്ച. 150 കോടിയും പിന്നിട്ടുള്ള പോക്ക് പറഞ്ഞു വെക്കുന്നത് മലയാള സിനിമയിൽ 5-ാമതൊരു 200 കോടി പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമെന്നാണ്. റീൽസിൽ നിന്ന് റീലിലെത്തിയ ഹാഷിറും ടീമും യൂത്ത് ഓഡിയൻസിനെ മാത്രമല്ല കുടുംബ പ്രേക്ഷകരെയും കൂടിയാണ് തിയേറ്ററുകളിലേക്ക് പുൾ ചെയ്യുന്നത്. മാർച്ച് 19-നെത്തി ഇക്കൊല്ലത്തെ ആദ്യ 100 കോടി അടിച്ച ആട് 3യുടെ വെക്കേഷൻ റണ്ണിനെ സ്ലോ ആക്കിയതും വാഴയുടെ അപ്രതീക്ഷിത ഹിറ്റാണ്. ദൃശ്യം 3യോടൊപ്പം ക്ലാഷ് വെച്ച വാഴ 2 കുറച്ച് സ്ക്രീനുകളെ ലഭിക്കുമെന്നും ദൃശ്യം പോസിറ്റീവായാൽ തീരെ ഓടില്ലെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ കേട്ടതാണ്. എന്നാൽ യുദ്ധ സാഹചര്യത്തിൽ ദൃശ്യം റിലീസ് മാറ്റിയതോടെ വാഴയ്ക്ക് ആ ടെൻഷൻ ഒഴിവായി. ആദ്യ നാളുകളിൽ കുറച്ച് സ്ക്രീനുകൾ ലഭിച്ചെടുത്ത് നിന്ന് സ്ക്രീനുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. ഓപ്പണിംഗ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് 10.5 കോടി. 3-ാം ദിവസം ആദ്യ ഭാഗത്തിന്റെ കളക്ഷൻ ബീറ്റ് ചെയ്ത ചിത്രം ഓപ്പണിംഗ് വീക്കെൻഡിൽ സ്വന്തമാക്കിയത് 67 കോടിക്ക് മുകളിലാണ്. ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് വീക്കെൻഡുള്ള 4-ാമത്തെ മലയാള സിനിമ. 7-ാമത്തെ ദിവസം 100 കോടി മാർക്കിൽ തൊട്ടു. ലോക്കയോടൊപ്പം ഏറ്റവും വേഗത്തിൽ ഈ നേട്ടത്തിലെത്തുന്ന 3-ാമത്തെ പടം. കേരള ബോക്സ് ഓഫീസിൽ 50 കോടി നേട്ടത്തിൽ എമ്പുരാന് പിന്നിലും തുടരുമിനോടൊപ്പവും വാഴയുണ്ട്. 3-ാം ദിവസം തൊട്ട് ഡെയിലി 7 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. ഈ നേട്ടത്തിൽ വാഴയ്ക്ക് പിന്നിലാണ് എമ്പുരാനും മറ്റു സിനിമകളും എല്ലാം. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ റൺ ഇപ്പോൾ 162 കോടിയിൽ എത്തി നിൽക്കുന്നു. റിലീസ് ചെയ്ത് 11-ാമത്തെ ദിവസമാണ് വാഴ 150 കോടി നേടുന്ന 9-ാമത്തെ മലയാള ചിത്രമാകുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ 80 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം വൈകാതെ 100 കോടി മാർക്കിൽ തൊടും. ഒരിക്കൽ 100 കോടി എന്നത് സ്വപ്നം കണ്ടെടുത്തു നിന്ന് വീണ്ടും വീണ്ടും ആ ലാൻഡ്മാർക്ക് തിരുത്തി എഴുതപ്പെടുന്ന കാഴ്ച. റീൽസ് ചെയ്ത് അവർ ഉണ്ടാക്കിയെടുത്ത ഫാൻസ് പവർ മാത്രമല്ല വാഴയുടെ ഹിറ്റിന് കാരണം. ആദ്യ സിനിമ തന്നെ മികച്ച രീതിയിൽ സംവിധാനം ചെയ്ത സവിൻ, 1-ാം ഭാഗത്തിനൊപ്പം നിൽക്കുന്ന ഇമോഷണൽ ഡെപ്തുള്ള വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റ്, ഓരോ സീനെയും എലവേറ്റ് ചെയ്യുന്ന മ്യൂസിക്, അഭിനയിച്ച എല്ലാവരുടെയും മികച്ച പ്രകടനം, അങ്ങനെ എല്ലാ സൈഡുമുള്ള ഡോമിനേഷനാണ് ഈ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിന് പിന്നിൽ. വിഷു റിലീസായി പള്ളിച്ചട്ടമ്പയും ദുരൂഹ സാഹചര്യത്തിലും എത്തും. സൈജു കുറുപ്പിന്റെ മോഹിനിയാട്ടവും ഗംഭീര പ്രതികരണവുമായി മുന്നേറുന്നു. മെയ്യിൽ എത്തുന്നതാകട്ടെ വമ്പൻ സ്റ്റാർ കാസ്റ്റുള്ള ഒരു ലോഡ് ചിത്രങ്ങൾ. ആദ്യത്തെ 2 മാസക്കാലത്തെ വരൾച്ചയെ മറികടന്ന് മലയാള സിനിമ കുതിക്കുന്നത് ബോക്സ് ഓഫീസിൽ വമ്പൻ നേട്ടങ്ങൾ കൊയ്യാനാണ്. അക്കൂട്ടത്തിൽ തലയെടുപ്പോടെ വാഴയും കാണും.